നമസ്കാരം. മലയാളികളുടെ മനസ്സിൽ ആഹ്ലാദാരവങ്ങളുടെ കാഴ്ചപ്പൂരമൊരുക്കി വീണ്ടും ഒരു വിഷുക്കാലം വരവായി. കണിയങ്ങാടിയും വിഷു സദ്യയും വിഷുക്കണിയുമൊക്കെയായി ഇനി വിഷു പൂത്തുലഞ്ഞ് അങ്ങനെ നിൽക്കും. ഗ്രാമ സംസ്കൃതിയുടെ ചില നന്മകൾ കൂടിയാണ് വിഷു വിളിച്ചുകൊണ്ടുവരുന്നത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഓണം കൊയ്ത്തുത്സവമാണെങ്കിൽ വിഷു വിതയുത്സവം തന്നെ. നന്മയും സ്നേഹവും പൂക്കുന്ന അത്തരമൊരു കൃഷിയിടം തേടിയാണ് ഇത്തവണ ഞങ്ങൾ യാത്ര പോകുന്നത്. നെല്ലിയാമ്പതിയിലെ ഗ്രീൻലാൻഡ് ഫാം. കാണാം, വിത്തും കൈക്കോട്ടും ഹരിതം സുന്ദരം. സഹ്യപർവ്വതത്തിൻ്റെ താഴ്വാരമാണ് ഗ്രീൻലാൻഡ് ഫാം. നെല്ലിയമ്പതിയിലെ സൂര്യനാണ് എല്ലാത്തിനും ചൈതന്യം. വിഷുക്കാലത്ത് സൂര്യന് വലിയ പ്രത്യേകതയുണ്ട്. വിഷു എന്ന പദത്തിനർത്ഥം തന്നെ തുല്യമായത് എന്നാണ്. രാവും പകലും തുല്യമായി വരുന്ന ദിനങ്ങളാണ് വിഷുദിനങ്ങൾ. ഓരോ വർഷവും ഇപ്രകാരം 2 ദിനങ്ങളുണ്ട് എന്നാണ് കണക്ക്. മേടം 1-ാം തീയതിയും തുലാം 1-ാം തീയതി. വിഷുവിന് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരും എന്നർത്ഥം. വിഷുവിൻ്റെ വരവറിയിച്ച് നെന്മാറയിൽ ചില ആഘോഷങ്ങൾ തുടങ്ങി. നെന്മാറയിൽ നിന്ന് പോത്തുണ്ടിയിലേക്കാണ് ഞങ്ങളുടെ വരവ്. മലനിരകൾ കണ്ണാടി നോക്കുന്ന വിശാലമായ സരോവരമാണ് പോത്തുണ്ടി. ആ കണ്ണാടി കവിളുകളിൽ മാനത്തിൻ്റെ നീലനിറം നിറഞ്ഞു കിടക്കുന്നു. പോത്തുണ്ടിയിൽ നിന്ന് പിന്നെയും കയറ്റം. ഗ്രീൻലാൻഡിലേക്ക് ദൂരം ഏറെയുണ്ട്. ഗ്രീൻലാൻഡിലെത്തിയാൽ വിഷുക്കാഴ്ചകളുടെ പൂരം തന്നെ. വിഷുക്കണിയാണ് ആദ്യം ഒരുങ്ങിയത്. വിഷുക്കണി ഒരുക്കുന്നതും അത് മറ്റുള്ളവരെ കാണിക്കുന്നതുമൊക്കെ ഇത്തവണ സഞ്ചാരികൾ തന്നെ. വിരുന്നിനെത്തിയ വിനോദസഞ്ചാരികളോടൊപ്പം ഞങ്ങളും കൂടി. കണി കാണും നേരം വിഷുവിന് വളരെ പ്രധാനമാണ്. ഓട്ടുരുളിയിൽ അരിയും നെല്ലും പാതി നിറച്ച് അലക്കിയ മുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിവെള്ളരിയുമൊക്കെ വെച്ച് കണിക്കൊന്നയും പഴുത്ത അടക്കയും വെറ്റിലയും കൺമഷിയും ചാന്തും സിന്ദൂരവും നാരങ്ങയും ഒക്കെ ചേർത്ത് കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേരപ്പാതിയും ശ്രീകൃഷ്ണ വിഗ്രഹവും വെച്ചാണ് കണി കാണുക. എല്ലാം ഒന്നും ഒരുക്കാൻ ഇത്തവണയും കഴിഞ്ഞില്ല. എല്ലാ കൊന്നയും വിഷുക്കാലത്ത് പൂക്കാറില്ലല്ലോ. എന്തായാലും ഐശ്വര്യപൂർണമായ ഒരു കണിയാണ് കാണുക. കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിത വികാസമാണ് സംഭവിക്കുക. കണി കണ്ട് തീർന്ന് ക്യാമ്പസിലാകെ നടന്നു. മൊത്തം 100 ഏക്കറിന് പുറത്താണ് ഗ്രീൻലാൻഡ് ഫാം. എങ്ങും ആകാശത്തെ കീറിമുറിക്കുന്ന തണൽ മരങ്ങളുടെ ഛായ, നീണ്ടു നിവർന്നു കിടക്കുന്ന പുൽത്തകിടികൾ, ഭംഗിയായി വെട്ടിയൊരുക്കിയ നടപ്പാതകൾ, നെല്ലിയാമ്പതിയുടെ മഞ്ഞിൽ കുതിരാൻ കഴിയാതെ നിൽക്കുന്ന പുഷ്പദലങ്ങൾ, പശ്ചിമഘട്ട മലനിരകളോട് ചേർന്നു നിൽക്കുന്ന വനങ്ങളിൽ നിന്നും മൃഗങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിവരും. വിഷുക്കാഴ്ചയ്ക്ക് എത്തിയ അതിഥികളെ കാത്ത് ഒരു മ്ലാവ് കടന്നു വന്നു. മ്ലാവിനെ തൊടാനും അതുമായി സംസാരിക്കാനും എല്ലാവരും തിരക്ക് കൂട്ടി. മൈലമ്മ ഒന്ന് പുരപ്പുറത്തിരിപ്പുണ്ട്. വിഷുവിന് വിരുന്നു വന്ന കാർമേഘങ്ങളാണ് മൈലമ്മയുടെ പ്രതീക്ഷ. മാനത്തൊരു കൂന, മീനത്തിനൊരാന എന്നാണ് വിഷുവിൻ്റെ ചൊല്ല്. മാനത്ത് കരിമുകിലുകൾ കൂടുകൂട്ടിക്കഴിഞ്ഞു. നിഷ്കളങ്കമായ ഒരു ഗ്രാമീണ സംസ്കൃതി ഗ്രീൻലാൻഡിലുണ്ട്. കാണാൻ വരുന്ന സഞ്ചാരികളും കണിയായി നിൽക്കുന്ന വൃക്ഷങ്ങളും പക്ഷിമൃഗാദികളും അത് ഏറ്റുപറയും. വളർത്തുപക്ഷികൾക്കും മൃഗങ്ങൾക്കുമായി വിശാലമായ ഒരങ്കണമൊരുക്കിയിരിക്കുന്നു ഗ്രീൻലാൻഡ്. പക്ഷിമൃഗങ്ങളുടെ പ്രപഞ്ചത്തിലേക്ക് ഞങ്ങൾ യാത്രയായി. കണ്ണെത്താ ദൂരത്തോളമുണ്ട് പ്രാവിൻ കൂടുകൾ. കട്ടിക്കണ്ണിവല കമ്പുകളിൽ കറുത്ത ഛായമടിച്ച് അകത്തു നിൽക്കുന്ന സുന്ദരിമാരെ പുറത്തു കാണിക്കുവാൻ കൂട് തയ്യാറായി നിൽക്കുന്നു. ഫാൻറ്റെയിലുകളാണ് ഞങ്ങളെ വരവേറ്റത്. സാക്ഷാൽ ആട്ടപ്രാവുകൾ. വിശറിത്തൂവലുകൾ വിരിഞ്ഞാടി സൗന്ദര്യം മുഴുവൻ അവർ പുറത്തു കാണിക്കുന്നു. 30 മുതൽ 48 വരെ തൂവലുകൾ ഈ വിശറിച്ചക്രത്തിൽ ഉള്ളവർ കൂട്ടത്തിലുണ്ട്. ഫാൻറ്റെയിലുകളുടെ മുഗ്ധസൗന്ദര്യം കടന്നു എന്നാൽ പൗട്ടറുകളെ കാണാം. പൗട്ടർ എന്നാൽ കഴുത്ത് മുഴപ്പിക്കുന്നവർ. വായു മുഴുവൻ നെഞ്ചിലേക്ക് വലിച്ചു കയറ്റി നെഞ്ച് മുഴപ്പിച്ച് ആടിയുലഞ്ഞങ്ങനെ നിൽക്കും പൗട്ടർ. വില 4 സംഖ്യകളിലാണ് തുടങ്ങുക. പ്രാവിൻ കൂടാരം കണ്ടു നിൽക്കുക ഒരു രസമാണ്. ശാന്തിദൂതന്മാരായ പ്രാവുകളെ കാണുമ്പോൾ മനസ്സിന് ആഹ്ലാദം തന്നെ. താഴെ പറമ്പിലായി ടർക്കികൾ വിലസുന്നുണ്ട്. തുർക്കി സ്വദേശത്തുനിന്ന് വന്നതിനാലോ ടർക്ക് ടർക്ക് എന്ന ശബ്ദമുണ്ടാക്കുന്നതിനാലോ ടർക്കികൾക്ക് ഈ പേര് വീണത് എങ്ങനെയെന്ന് ഇന്നും കടങ്കഥയാണ്. ലാർജ് വെയ്റ്റ് എന്ന ശുഭ്രശോഭയുള്ള ഇനവും ബ്രോൺസ് എന്ന ശ്യാമശോഭയുള്ള ഇനവും ഇക്കൂട്ടരിലുണ്ട്. മയിൽ പോലെ വിരിഞ്ഞാടി അവർ എവിടെയും ഉലാത്തുന്നുണ്ട്. വിഷുക്കാലം എന്നാൽ സമൃദ്ധിയുടെ കാലമാണ്. ഗ്രീൻലാൻഡ് ഫാം എന്നാൽ ഒരു സ്വർഗവും. ഫാം ടൂറിസത്തിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഗ്രീൻലാൻഡിൽ കാണാൻ കഴിയുക. പ്രത്യേകിച്ചും ഈ വിഷുക്കാലത്ത് പ്രകൃതിയാകെ താരും തളിരും ചൂടി നിൽക്കുകയാണ്. വിശാലമായ നീലാംബര പന്തലിന് താഴെ തണൽ മരങ്ങൾ കുടവിരിക്കുന്ന, ഭൂമിയെ പച്ചപ്പ് പുതയ്ക്കുന്ന പുൽത്തകിടികളുള്ള നയനമനോഹരമായ ഒരിടം കൂടിയാണ് ഗ്രീൻലാൻഡ് ഫാം.
ഗ്രീൻലാൻഡ് ഫാമിൽ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ കുറച്ച് അതിഥികൾ ഇവിടെയുണ്ട്. അവർ ഇന്ന് വിനോദസഞ്ചാരത്തിൻ്റെ ഇടവേളകളിൽ ഈ ഫാം കാണാനെത്തിയവരാണ്. അവർ തന്നെയാണ് ഇന്ന് ഒരു വിഷുക്കണിയും ഇവിടെ ഒരുക്കിയത്. ചില അതിഥികളെ കൂടി നമുക്ക് ഹരിതസുന്ദരത്തിൽ പരിചയപ്പെടാം. എന്താ മോളെ പേര്? അഞ്ജന. ലിജ. ലിജ എവിടുന്ന വരുന്നത്? പെരിന്തൽമണ്ണ. രമ്യ മണ്ണാർക്കാട് നിന്ന് വരുന്നു. രമ്യ മണ്ണാർക്കാട്. അഞ്ജു സ്ഥലം എവിടെ? മണ്ണാർക്കാട് നിന്ന് വരുന്നു. മോക്ക് എന്താ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? യമു പക്ഷി. എന്താ കാര്യം ഇഷ്ടപ്പെടാൻ? അത് നല്ല ഭംഗിയുണ്ട്. പിന്നെ 3 വിരലുകളാണുള്ളത്. 3 പേരല്ലേ ഉള്ളൂ? പിന്നെ അത് വലിയ പക്ഷിയല്ലേ, അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ലോകത്ത് തന്നെ പക്ഷികളിൽ 2ാമത്തെ സ്ഥാനം വലിപ്പത്തിലൊക്കെ ഉള്ളതുകൊണ്ട്. ഒട്ടകപ്പക്ഷി കഴിഞ്ഞാൽ പിന്നെ എമ്മു ആണ്. പിന്നെന്താ ഇഷ്ടപ്പെട്ടത്? കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. തൊട്ടോ? തൊടാൻ ആഗ്രഹമുണ്ട്, തൊട്ടില്ല. പേടിയുണ്ടോ? എന്റെ മുട്ടയ്ക്ക് പച്ച കളറല്ലേ, 1/2 കിലോ ഭാരം വരുന്നുണ്ട്. 1/2 കിലോ. പിന്നെ അതിന്റെ തൂവലെല്ലാം എടുത്തിട്ട് അലങ്കാര വസ്തുക്കളെല്ലാം ഉണ്ടാക്കുന്നു. കാർ സീറ്റ്, കമ്പിളി അതൊക്കെ ഉണ്ട്. പിന്നെ നിറയെ പ്രാവുകളുണ്ട്, വെറൈറ്റി പ്രാവുകൾ. വേറെ ഒരു ഗുണം കൂടിയുണ്ട് കേട്ടോ. ഈ ഏറ്റവും വലിയ സൗന്ദര്യവർദ്ധക വസ്തു ഇതിന്റെ ഓയിൽ. ഓയിൽ അറിയോ? ഇതിന്റെ ഈ മുഴയിൽ, യമുവിന്റെ ഈ മുതുകിന്റെ മുഴയിലൊരു ഓയിലുണ്ട്. അത് ഉരുക്കി എടുത്തു കഴിഞ്ഞാൽ അതാണ് എനിക്കൊന്ന് ഫെയർ ആൻഡ് ലവ്ലിയിലും ഈ ഐശ്വര്യ റോയുടെയൊക്കെ സൗന്ദര്യത്തിൽ. അതെ അതെ, കേട്ടിട്ടുണ്ട്. എന്താ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഗിനിക്കോഴിയെ ഭയങ്കര ഇഷ്ടമായി. പുള്ളിക്കോഴിയല്ലേ? നിറച്ച് അതിൻ്റെ ഇത് ബ്ലാക്കിലും വൈറ്റും ഉള്ള പോട്ടൊക്കെ നല്ല രസം തോന്നി കണ്ടു കഴിഞ്ഞപ്പോൾ. പിന്നെ ഇപ്പോഴും ആ പെൺകോഴിയുടെ പിന്നാലെ ആൺകോഴികൾ ഇങ്ങനെ നിർത്തുന്ന നടക്ക്. അതൊരു നൃത്തം, ഒരു ഡാൻസാ അല്ലേ? അത് കാണാൻ വളരെ നന്നായിട്ടുണ്ട്. എന്താ അഞ്ജുവിന് എന്താ ഇഷ്ടം? എനിക്കിവിടെ വന്ന് കടക്നാഥ് നല്ല കരിങ്കോഴി കാണാനായിട്ട് പറ്റി. ഒത്തിരി കരിങ്കോഴിയുണ്ട് അല്ലേ? ഔഷധ ഗുണം കൂടുതലുള്ളതും ഇറച്ചിക്ക് കറുത്ത നിറമായിരിക്കും. അതിന് മാർക്കറ്റിൽ അതിന് 500 രൂപയിലും കൂടുതലുണ്ടെന്ന് കേട്ടിട്ടുള്ളത്. സാധാരണ ഒരു കോഴിക്ക് 100 രൂപയുള്ളൂ. 100 രൂപയുള്ളൂ. ഇതിന് റേറ്റ് കൂടുതലായിരിക്കും, 600, 500 ആ റേറ്റൊക്കെയാണ് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കണി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. കൃഷ്ണ ഭഗവാനെയൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ രൂപമൊക്കെ എടുത്ത് വെച്ച് നല്ല കണിക്കൊന്നയൊക്കെ പറിച്ച് വെച്ച് നല്ല പഴങ്ങൾ, കൊതി തോന്നുന്ന പഴങ്ങൾ, മുന്തിരിയും ആപ്പിളും എല്ലാം എടുത്ത് വെച്ച്. എന്താ ഇവിടെ വന്ന് ഇങ്ങനെ കണി ഒരുക്കാൻ? ഒന്നുമില്ല, ഞങ്ങൾ ഒന്നാമത് വിഷുക്കാലാണ്, പിന്നെ എല്ലാവരും ഒത്തുകൂടിയതാണ്. അപ്പം ഞങ്ങൾ മറ്റത് വീട്ടിലെ എല്ലാവരും സെപ്പറേറ്റ് ആയിട്ടല്ലേ വിഷു ആഘോഷിക്കുന്നുണ്ടാവുക. അപ്പം എല്ലാവരും കൂടി കഴിഞ്ഞപ്പോൾ ഒന്ന് അങ്ങനെ വിഷുക്കണി ഒരുക്കി എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. എന്തൊക്കെയാണ് വിഷുക്കണിയിലുണ്ടായത്? വിഷുക്കണിയിൽ മാമ്പഴം ഉണ്ടായിരുന്നു, പഴം, മുന്തിരി, ഓറഞ്ച്, ആപ്പിൾ, കണിക്കൊന്ന, ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. വിഷുക്കാലം എന്ന് പറയുമ്പോൾ കർഷകരുടെ ഒരു ഉത്സവമാണ് പ്രധാനമായിട്ടും. കാരണം നമ്മളെപ്പോഴും ഈ വിഷു എന്ന് പറയുന്ന പണ്ടത്തെ കാലത്ത് കർഷകർ കരുതിയിരുന്നത് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുവിൻ്റെ സമയത്ത് ഈ ആകാശമൊക്കെ അങ്ങ് വിഷു എത്തുന്നതിന് മുമ്പ് തന്നെ ആകാശമൊക്കെ അങ്ങ് കാർമേഘം കൊണ്ട് നിറയും. അന്നേരം മഴ പെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അത് വിഷുവിൻ്റെ ഒരു ഘട്ടത്തിലൊരു മഴയുണ്ട്. അതെന്ന് വെച്ചാൽ ഭൂമി കുലുക്കുന്ന ഒരു ഇടിയുണ്ടാവും, അതിന് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു മിന്നലുണ്ടാവും. അത് കഴിയുമ്പോൾ പടപടാന്നൊരു മഴയും കൂടെ. ഇത് പ്രതീക്ഷിച്ചാണ് കർഷകരെല്ലാം നിൽക്കുന്നത്. എന്തിനായിരിക്കും അങ്ങനെ ഈ മഴ പെയ്യിക്കുന്നത്? കൃഷി നിലനിർത്താൻ. അപ്പം ഈ മഴ പെയ്യുന്ന ഭൂമി ഇങ്ങനെ കിളച്ചു മറിച്ച് കല്ലൊക്കെ വാരിക്കളഞ്ഞ് ഇങ്ങനെ ഉഴുതിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്, വിതയ്ക്കുന്നത് അല്ലേ? ഞാറുപാവുക, അങ്ങനെ ഈ നെൽകൃഷിയൊക്കെ തുടങ്ങുന്ന ആ ഒരു ടൈമിനാണ്. വീട്ടിൽ എന്തെങ്കിലും കൃഷിയുണ്ടോ? നെൽകൃഷി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ വെള്ളത്തിനൊക്കെ ഇതായതുകൊണ്ട് അങ്ങനെ നിന്ന് പോയതാണ്. വാത്തകളുടെ വൻശേഖരമാണ് ഗ്രീൻലാൻഡിലുള്ളത്. വാത്തകൾ പച്ചിലപ്രിയരാണ്. ചൈനക്കാരായ വാത്തകൾ താഴത്തും മുകളിലുമുള്ള ഒന്നിനെയും വിടാറില്ല. പാദത്തിലെ ചർമ്മം കൊണ്ട് ഭൂമിക്ക് പീഡനമേൽപ്പിച്ചാണ് നടത്തം. അതുകൊണ്ട് തന്നെ പാമ്പുകൾ വന്ന വഴിയെ തിരിഞ്ഞോടും. അപരിചിതരായവരെ കൊത്തിയോടിക്കുവാനും വാത്തകൾ മുന്നിലുണ്ട്. വെള്ളത്തിൽ നിന്ന് ഇരകളെ തേടി സൈന്യം പോലെ അവർ ജാഥയായി എത്തും. വാത്തകളോടൊപ്പം കൂടിയിരിക്കുകയാണ് മണിത്താറാവുകൾ. കണ്ണിനു ചുറ്റും മഞ്ചാടി മണികൾ അടുക്കിവെച്ച അഴകുണ്ടിവർക്ക്. വനത്തോട് ചേർന്ന ഗ്രീൻലാൻഡിൽ എവിടെയും അവർക്ക് പാർക്കാം. പുഴയോരത്ത് ചേർന്ന് ഭൂമി കുഴിച്ച് തൂവലുകൾ പൊഴിച്ച് അതിൽ മുട്ടയിട്ടാണ് അടവിരിക്കാറ്. വിഷു വന്നതറിഞ്ഞ് ആടുകൾ നല്ല കാലം വിളിച്ചറിയിച്ചു. ആടുകളെന്നാൽ ഗ്രീൻലാൻഡിന്റെ ഓമനകളാണ്. ഒക്കെയും കനിഡെ കാപ്രയിനം. ലോകത്തെ കുള്ളനാടുകളായ കനിഡെ ആരുടെയും മനം കവരും. ബലിഷ്ടമായ കുഞ്ഞു കാലുകളും തെറിച്ചു നിൽക്കുന്ന ചെവികളും കുന്തമുനയുള്ള വാലുമൊക്കെ ചേർന്ന് ആകപ്പാടെ ഒരഴക് തന്നെ അവർ.
വളഞ്ഞ കൊമ്പുകളാൽ പരസ്പരം ഏറ്റുമുട്ടിയും കാണാൻ വരുന്നവരെ ഇടിച്ചുമൊക്കെ അവർ രസിച്ചു മറിഞ്ഞ് കളിക്കും. പുൽത്തകിടികളിൽ കനിഡെ കാപ്രയുടെ വിലാസങ്ങൾ കാണേണ്ടത് തന്നെ. ഫാം മാനേജർ മാർട്ടിന്റെ കയ്യിൽ നിന്ന് തന്നെ തീറ്റ തിന്നാൻ അവർ മത്സരം കൂട്ടും. എന്നും അല്പനേരം പിഗ്മി ആടുകളോടൊത്ത് ചെലവിടാൻ മാർട്ടിനും ഒരുക്കമാണ്. കനിഡയെ കൂടാതെ മലബാറി ആടുകളും ഗ്രീൻലാൻഡിന്റെ ശേഖരത്തിലുണ്ട്. മലബാറി ആടുകൾക്ക് മുന്നേ വന്നവരാണ് ചെമ്മരിയാട്. വടക്കേ ഇന്ത്യയിൽ കമ്പിളിപ്പുതപ്പിനായി ഉപയോഗിക്കുന്ന ചർമ്മം പുറത്തുകാട്ടി അവർ കാണികളെ ആകർഷിക്കും. ആടുകളെ വെറുതെ എങ്ങനെ വിടാൻ തയ്യാറല്ല. ആടുകൾക്ക് ഒരു നേതൃത്വമുണ്ട്. അത് മണി എന്ന കുരങ്ങൻ തന്നെ. ചെറുമകനെ നെഞ്ചിലേറ്റി ആടുകളെ നയിക്കുവാൻ മണിക്ക് വിരുതേറെ. ആടുകൾ പുറത്തിറങ്ങിയാൽ മണി ഒപ്പം കൂടും. കൂട്ടത്തിൽ തലവന്റെ പുറത്താണ് മണിയുടെ സഞ്ചാരം. മണി നയിക്കുന്ന ആടുകൾ വഴിതെറ്റാറില്ല. പുറത്തുപോയി മേയാനും തിരിച്ച് കൂട്ടിലാക്കാനുമൊക്കെ മണിയുടെ മണികിലുക്കം അവർക്ക് വേണം. ഗിനിക്കോഴികളുടെ വൻ ശേഖരം തന്നെ ഗ്രീൻലാൻഡിലുണ്ട്. ചിതൽപുറ്റിനെയും ഉറുമ്പിനെയും പ്രാണികളെയും ഒന്നും വെറുതെ വിടുന്നവരല്ല ഗിനിക്കോഴികൾ. വെള്ളമേനിയിൽ കറുത്ത പുള്ളികളുമായി കരിമ്പുള്ളി പാവാടക്കാരികളായി ഗിനിക്കോഴികൾ വിലസും. ചോരചുവപ്പൻ തൊപ്പിയും ചെറു ആടയുമൊക്കെ ചേരുമ്പോൾ ആ സൗന്ദര്യത്തിന് ഏഴഴക് തന്നെ. കരിങ്കോഴികൾക്കുമുണ്ടൊരു സ്ഥാനം. അത് ചെറുതല്ല. വിശാലമായ ക്യാമ്പസിൽ അതിർത്തി വലകൾ വിരിച്ച് അവർക്കായി കൂടൊരുക്കിയിരിക്കും. യഥേഷ്ടം ഉലാത്താം. മധ്യപ്രദേശുകാരാണ് കടക്കനാഥ് എന്ന കരിങ്കോഴികൾ. ഇറച്ചി പോലും അടിമുടി കറുത്ത കരിങ്കോഴികൾ ഉത്തമമായ ഔഷധമത്രേ. മുയൽക്കുട്ടന്മാർ മിടുക്കരാണ്. മാർട്ടിന്റെ ഓമനകൾ. ചെഞ്ചോരക്കണ്ണും ശുഭ്രശോഭയുള്ള മേനിയുമായി അവരും കാഴ്ചക്കാരുടെ മനം കവരും. വിഷുക്കാലത്ത് നെല്ലിയമ്പതിയുടെ കാൽപ്പനികത ഏത് അരസികരുടെയും ഉള്ളിൽ തട്ടുന്നതാണ്. സംഗീതാത്മകമായ സൗന്ദര്യമുണ്ട് ഈ ഭൂമിക്ക്. അത് കണ്ടു നടക്കാൻ ധാരാളം പേരുണ്ട്. അവരോടൊത്തും അല്പസമയം ചിലവിട്ടു. സദ്യയ്ക്ക് സമയമായി എന്ന അറിയിപ്പ് വന്നു. വിഷുസദ്യ കെങ്കേമമാണെന്നാണ് കേട്ടുകേൾവി. ഗ്രീൻലാൻഡിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് കൂട്ടുകാരോടൊപ്പം ഞങ്ങൾ സദ്യ നുകർന്നു. ഇടയ്ക്ക് അല്പം വിഷുസ്മൃതികളും. വിഷുക്കാലം ഒരു സംക്രമകാലം കൂടിയാണ്. കാരണം നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിഷു ഫലം, അടുത്ത ഒരു വർഷത്തെ ഫലം കൂടി, നമ്മുടെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്ന ഫലം കൂടി തുടങ്ങുന്നൊരു വർഷം കൂടിയാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷ ആരംഭമാണ്. അപ്പോൾ ഈ വിഷുക്കാലത്ത് ഈ ഫാമിൽ തന്നെ വിളയിച്ച നല്ല പച്ചക്കറികൾ, നല്ല ധാന്യങ്ങൾ, ഇവയെല്ലാം വളരെ സുഖസമൃദ്ധമായി വരുന്നവർക്ക് മനം നിറയെ വയറു നിറയെ വിളമ്പി വലിയ അന്നമൊരുക്കുന്ന ഒരു മഹത്തായ പ്രക്രിയ കൂടി ഗ്രീൻലാൻഡ് ഫാം അധികൃതർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു രുചി തന്നെ വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയോ പച്ചക്കറിയോ ഒന്നുമല്ല. ഇവിടെ തന്നെ വിളയിച്ചെടുക്കുന്ന നല്ല വിഭവങ്ങൾ കൊണ്ടുള്ള ഒരു സദ്യ കൂടി ഒരുക്കുകയാണ് ഗ്രീൻലാൻഡ് ഫാം അധികൃതർ. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് വിഷു എന്നാൽ ഒരു സുഖസമൃദ്ധിയുടെ കാലം കൂടിയാണ്. ഒരു വർഷക്കാലം മുഴുവൻ നിറഞ്ഞ അധ്വാനത്തിൻ്റെ അവസാനം കുറിക്കുന്ന, അധ്വാനത്തിൻ്റെ അവസാനം വളരെ മഹത്തരമാക്കുന്ന ഒരു അന്നം വിളമ്പുന്ന ഒരു ചടങ്ങ് കൂടിയാണ് എന്നുള്ള സന്ദേശം കൂടിയാണ് ഗ്രീൻലാൻഡ് ഫാമിൻ്റെ അധികൃതർ നൽകുന്നത്. എന്തായാലും അന്നം വിളമ്പുക എന്ന മഹത്തായ കൃത്യം നിർവഹിക്കുന്ന ഇവർക്ക് ഒരു നല്ല നമസ്കാരം പറയുക, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക എന്നത് മാത്രമാണ് ഈ വിഷുക്കാലത്ത് നമുക്ക് നിർവഹിക്കാനുള്ള ഒരു കർത്തവ്യം. അതോടൊപ്പം എക്കാലത്തും ഈ നന്മയും സ്നേഹവും നിലനിൽക്കട്ടെ എന്ന് ഒരാശീർവാദവും. പശ്ചിമഘട്ടത്തിന്റെ കാറ്റ് ഞങ്ങളെ പുണർന്ന് കടന്നു പോകുന്നു. എങ്ങും കണിക്കൊന്നകൾ പൂത്തുലയുന്നുണ്ട്. മീനത്തിന്റെ വെയിലത്രയും കുടിച്ച് കർണികാരം വിളങ്ങി നിൽക്കുന്നു. കേരളത്തിന്റെ മാത്രമല്ല, തായ്ലൻഡിന്റെയും ദേശീയ പുഷ്പം കൂടിയാണ് കണിക്കൊന്ന. ഹേമദുഃഖങ്ങൾ ഉരുക്കി നിൽക്കുന്ന കണിക്കൊന്നയ്ക്ക് വിഷുവിൽ പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. കൊന്നപ്പൂവില്ലാതെ ഒരു വിഷുവും പൂർണ്ണമാകുന്നില്ലതാനും. കാണാൻ വരുന്നവരുടെ കണ്ണിൽ സൗന്ദര്യത്തിന്റെ പെരുന്തിര സൃഷ്ടിച്ച് ഒരു ശാലീന സുന്ദരിയായി മാറിയിരിക്കുന്നു ഗ്രീൻലാൻഡിന്റെ പ്രകൃതി. എല്ലാവരെയും ഉൾക്കൊള്ളണമെങ്കിൽ ഒരു കർഷകന്റെ മനസ്സ് കൂടിയേ തീരൂ. കാരണം കർഷകന് സ്വാർത്ഥനായിരിക്കാൻ കഴിയില്ല. മാർട്ടിൻ പ്രതികരിച്ചു. ഈ വിഷുക്കാലത്ത് അനവധി പേർക്ക് അന്നമൊരുക്കുകയും അനവധി സന്ദർശകർക്ക് നയനമനോഹരമായ ഫാം കാഴ്ചകൾ ഒരുക്കുകയും ചെയ്ത ഗ്രീൻലാൻഡ് ഫാമിൻ്റെ ആതിഥേയൻ ശ്രീ മാർട്ടിൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കിടാം. നമസ്കാരം മാർട്ടിൻ. നമസ്കാരം. ഈ അവധിക്കാലം ധാരാളം സന്ദർശകർ വരുന്നുണ്ട്. അവർക്കെല്ലാം കാണേണ്ടത് ഫാമിലെ കാഴ്ചകളുമാണ്, കൃഷി കാഴ്ചകളാണ്. അവർ വന്ന് മടങ്ങുമ്പോൾ മാർട്ടിനോട് എന്താണ് പറയാറ്? അവർക്ക് വളരെയധികം സന്തോഷമായിട്ടാണ് അവർ നെല്ലിയമ്പതി വന്ന് കണ്ടു മടങ്ങിപ്പോകുന്നത്. നമ്മുടെ ഫാമും ആടും കോഴിയും എല്ലാ പശുക്കളെയും അനുവദിച്ച് ഇവിടുത്തെ ലൊക്കേഷനെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവർ പോകുന്നത്. സീതാർകുണ്ട് വ്യൂ പോയിന്റ്, കേശവൻപാറ, കാരപ്പാറ എല്ലാം. പിന്നെ തൃശ്ശൂരിൽ നിന്ന് വന്നു പോകുന്നതിൽ ഏറ്റവും കൂടുതൽ അവർക്ക് സന്തോഷവും ട്രാവലിംഗ് കുറച്ചുള്ളൊരു സ്ഥലം, നല്ലൊരു സ്ഥലം നെല്ലിയാമ്പതി എന്നുള്ള വിശാഖത്തിൽ തന്നെയാണ് പോകുന്നത്.
ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴേ ഞാനൊരു പോലീസിലെ ഒരു DYSP ആണ്. അപ്പോൾ അദ്ദേഹം ഞാനോട് പരിചയമുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ എന്താ സാർ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ മക്കൾ കഴിഞ്ഞ ഈ അവധിക്കാലത്ത് ചോദിച്ചു നെല്ല് ഏത് മരത്തിലാണ് ഉണ്ടാവും, അരി ഏത് മരത്തിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആലപ്പുഴക്കാരനായ അദ്ദേഹം മക്കളെ ഈ നെല്ലൊക്കെ വിളഞ്ഞു കിടക്കുന്ന കാഴ്ച കാണിക്കാൻ വേണ്ടി കറങ്ങി നടക്കുക. അങ്ങനെയുള്ള ഒരു ടൂറിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ കൃഷിയെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളിവിടെ വരുന്നു. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ മാത്രമല്ല അവർക്ക് ഏറ്റവും നല്ല അതായത് യാതൊരുവിധ കലർപ്പും കലരാത്ത യാതൊരുവിധ രാസവസ്തുവും കലരാത്ത നല്ല അന്നം നൽകാനും കഴിയും. അപ്പോൾ ഈ കൃഷിയും ഈ ആഹാരവും കൂടി എങ്ങനെ പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകും? നമ്മളധികം ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. നമ്മളുടെ പച്ചക്കറി തന്നെ റെസ്റ്റോറൻറ്റിലേക്കുള്ള പച്ചക്കറി തന്നെ നമ്മൾ തന്നെയാണ് ഇവിടെ തക്കാളി, ചീര, വെണ്ട, പയർ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ 80% നമ്മൾ സ്വന്തമായി തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ബാക്കിയുള്ള ഇപ്പം നോൺ ഐറ്റംസ് ആണെങ്കിലും നമ്മുടെ ഫാമിൽ നിന്ന് തന്നെയാണ് എടുക്കുക. നമ്മൾ താറാവ്, ടർക്കി, നാടൻ കോഴി അങ്ങനെയുള്ള എല്ലാ സാധനവും നമ്മുടെ ഫാമിൽ നിന്ന് തന്നെയാണ്. അത് ജൈവ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പം ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സമൂഹത്തെ എടുത്താൽ അവർ ഏത് തരത്തിലുള്ള ഏത് വിഭാഗത്തിലുള്ള ആളുകളാണ് കൂടുതൽ? അധികം ഇവിടെ വരുന്നത് കൃഷിപരമായ താല്പര്യമുള്ള ആൾക്കാരാണ്. ഫാമിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഏറ്റവും കൂടുതൽ ഫാമിനോട് ഇൻട്രസ്റ്റ് ഉള്ള കൃഷിയോട് താല്പര്യമുള്ള ആൾക്കാരാണ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അനിമൽസിനോട് വളരെ താല്പര്യം, ഫാമിനോടാണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ചെയ്ത ആൾക്കാർ വരുന്നത്. ഇങ്ങനൊരു വരുന്ന സന്ദർശകർക്ക് നല്ല ഭക്ഷണം നൽകുക, അവർക്ക് നല്ല കാഴ്ചകൾ ഒരുക്കുക, അതോടൊപ്പം അല്പം താമസ സ്ഥലം ഒരുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭത്തിന് കേരളത്തിൽ വലിയ സാധ്യതയുണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും ടൂറിസത്തിന് നല്ലൊരു സാധ്യതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ സ്ഥിരമായി ഒരു ആവറേജ് കണക്കെടുത്താൽ ഒരു മാസത്തിൽ ഒരു 5000 പേരോളം വന്ന് ഭക്ഷണം കഴിക്കാൻ മാത്രമായിട്ടിവിടെ വരാറുണ്ട്. താമസത്തിന് അല്ലാണ്ട് വേറെ ഒരു ആവറേജ് പറഞ്ഞാൽ ഒരു 3000 പേരുടെ അടുത്ത് താമസത്തിനും വരാറുണ്ട്. ഇപ്പോൾ ഞാൻ വിഷു ഉത്സവകാലം ആയതുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം വിഷു പ്രധാനമായിട്ടും സമൃദ്ധിയുടെ ഒരു ഉത്സവം കൂടിയാണ്. കാരണം അപ്പോൾ അങ്ങനെ ഒരു ഈ നല്ല ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരല്പം അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാര്യം എന്ന് വെച്ചാൽ അതിന് നല്ലൊരു ഷെഫ് ആവശ്യമുണ്ട്. മാത്രമല്ല അതിന് സ്ഥിരമായ രുചി നിലനിർത്തേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല നല്ല ആഹാര സാധനങ്ങളും പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ആ വെല്ലുവിളി എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? ഇല്ല, നമ്മൾ നല്ല എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കുക്കിനെ നമ്മളൊരു ഡയറക്ഷൻ കൊടുത്ത് നല്ല ഹോംലി ഫുഡാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഒരാൾ ഫുഡിന് ചോദിച്ചാലും ഉണ്ടാക്കി വെക്കുന്നതിൽ ആൾ വന്ന് ഓർഡർ ചെയ്ത് അന്നേരം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് അവരുടെ ആവശ്യം, പാർട്ടി വരുന്ന ഗസ്റ്റ് ഏത് താല്പര്യത്തിലെ ഫുഡ് പറഞ്ഞാലും അതുപോലെ നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്തു. വന്ന് കയറാവുന്ന ഒരു പ്രതിസന്ധി എന്തായിരിക്കും? ഇവിടെ വേറെ ലീഗലായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പം നമ്മൾക്ക് ഇവിടെ നിലവിലില്ല. എല്ലാം ഒരു കുഴപ്പമില്ല. നമുക്ക് നല്ല രീതിയിൽ കൊണ്ടു നടന്നാൽ മാത്രം മതി. സ്റ്റാഫും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ഇനിയുള്ള ഭാവിയിലേക്ക് നമുക്ക് ലേബേഴ്സിൻ്റെ ഒരു ചെറിയ ഷോട്ടാണ് കാണുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും അതുകൂടി പരിഹരിച്ച് വലിയൊരു കൃഷിയുടെ സ്വർഗം തീർക്കാൻ താങ്കൾ കഴിയട്ടെ. താങ്ക് യു സാർ. മേടപ്പൊന്നണിഞ്ഞു നിൽക്കുന്ന ഈ പ്രകൃതി അവസാനിക്കാത്ത അത്ഭുതമാണ്. ശക്തിയും സ്വാതന്ത്ര്യവും അതിൻ്റെ അതിരുകൾ ചക്രവാളങ്ങൾ പോലെ എന്നും അകലെയാണ്. അപ്രാപ്യമാണെന്നറിയുമ്പോഴും അതിലേക്കടുക്കുന്നത് സാഹസികമായ തീർത്ഥാടനവും. നന്മയും സ്നേഹവും സന്തോഷവും സന്താപവും ക്ഷേമവും ക്ഷാമവും നിറയുന്നതാണ് ജീവിതം. പ്രകൃതിയുടെ താളം തെറ്റിക്കാതെ ജീവിതത്തെ വർണ്ണാഭമാക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ വിഷുക്കാഴ്ചകൾ പറഞ്ഞു തരുന്നത്. ഓരോ വിഷുക്കാലവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെ. എല്ലാവർക്കും വിഷുദിന ആശംസകൾ.